22 years older than the average person who dies in America. Wait, how old are you? 102 years old. What the fuck? How? 3 age reversing secrets, my friend. Listen. देखो भाई पेट ही बेलन है हमारा बस ऐसे फैलाओ फिर सीधे तवे पे सुन रहे हो ना कैसे सिजल कर रहा है पलट के देखो ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എല്ലാം ഒറിജിനൽ പോലില്ലേ? എന്നാൽ ഈ വീഡിയോസ് എല്ലാം ഫേക്കാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI ഉപയോഗിച്ചുണ്ടാക്കുന്ന വീഡിയോസ് ഇതല്ല. നമ്മൾ കണ്ട, അതായത് ഈ വീഡിയോ കണ്ട പലർക്കും ഇപ്പം മനസ്സിലായി കാണും അത് ഫേക്കാണ്. എന്നാൽ ഈ കണ്ടവരിൽ പല ആൾക്കാർക്കും ഫേക്കാണെന്ന് മനസ്സിലാകാത്തവരുമുണ്ട്. അത് പറയാൻ കാരണം ഈ കാണിച്ച 3 വീഡിയോസിൽ 2 വീഡിയോ ഞാനുള്ള ഒരു ഗ്രൂപ്പിൽ വന്നതാണ്. അതായത് ഇച്ചിരി പ്രായം കൂടിയ മുതിർന്ന ആൾക്കാർക്ക് ഏതാണ് AI വീഡിയോ ഏതാണ് ഒറിജിനൽ എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും ഒരു പാടുണ്ട്. അതിപ്പം നമ്മളാണെങ്കിലും ചെറുപ്പക്കാർക്കും മനസ്സിലാകാൻ പാടുണ്ട്. കാരണം അതുപോലത്തെ ടെക്നോളജിയാണ് ഇപ്പോൾ വരുന്നത്. പണ്ടത്തെ ഇപ്പം ഫേക്ക് വീഡിയോസ് ആയിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ വോയിസ് ചിലപ്പോൾ റോബോട്ടിക് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒറിജിനാലിറ്റി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ലിപ് മൂവ്മെന്റ് നോക്കി മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ AI വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒറിജിനൽ തോറ്റു. അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിൽ വന്ന ഉടനെ അവരെ വിളിച്ച് പറഞ്ഞു പേഴ്സണലി, ഇത് ചേട്ടാ ഇത് ഫേക്ക് ആയോട്ടോ. അപ്പൊ അവരെന്നോട് തിരക്കി അതെങ്ങനെ ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ ഒറിജിനൽ വീഡിയോ അവർ പറയുന്നത് കേട്ടില്ലേ, ഇൻഫർമേഷൻ തന്നില്ലേ, അമ്മച്ചി പറയുന്നത് കേട്ടില്ലേ. ഞാൻ പറഞ്ഞല്ല, അത് ഫേക്ക് വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ എന്റെ അമ്മ ഒരു ദിവസം ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു, ഒരു മുതിർന്ന പുള്ളിക്കാരി ഇങ്ങനെ ഛർദ്ദിക്കുമ്പോൾ വായി നേണ്ടൊക്കെ തിരിച്ചു വരുന്ന കേട്ടോ. ഞാൻ പറഞ്ഞു അമ്മ അത് ഫേക്കാ. അമ്മ എന്തോ ഒരു ഭയങ്കര തമാശ പോലെ കണ്ടിട്ട് അമ്മ അത് ഫേക്ക്, അതങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇത് ശരിക്കും ഒരു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഈ AI വീഡിയോസ് ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ആൾക്കാരെ സ്കാം ചെയ്ത് കാശ് തട്ടിയെടുക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരാളെ വ്യക്തിഹത്യ, ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തന്നെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഇലക്ഷൻ സമയത്ത് ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കി ഒരു കാൻഡിഡേറ്റിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ടീനെ തന്നെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇല്ലാത്ത ന്യൂസുകൾ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത് ശരിക്കും ഒരു ഡേഞ്ചർ ഉള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു വീഡിയോ, അതായത് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് വേണ്ടി റിയാക്ട് ചെയ്യാതിരിക്കുക. ഒരു ഗ്രൂപ്പിലെടുത്ത് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ സ്കാം ആയിട്ട് നമുക്ക് തോന്നിയില്ലെങ്കിലും ജസ്റ്റ് ഡബിൾ ചെക്ക് ചെയ്യുക. അറിയാവുന്നവരോട്, ചെറുപ്പക്കാർ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, ഈ സംഭവം ഒറിജിനൽ ആണോ, ഇതെന്താ സംഭവം, ഇങ്ങനെ ഒരാളിനെ വിളിച്ചു ഇങ്ങനെ വീഡിയോ അയച്ചു തന്നു, ഒറിജിനൽ ആണോ. കാരണം ഇപ്പോഴത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, അതായത് ഒരു ഇന്ത്യക്കാരൻ, ഒരു ബിസിനസ്സുകാരന്, പുള്ളി ചൈനയിലോട്ട് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ്. പോയപ്പം അവിടുത്തെ ചൈനക്കാരൻ, കടയിലെ ചൈനക്കാരൻ ചോദിച്ചു നിങ്ങൾ ഇന്ത്യക്കാരാണോ. എന്നിട്ട് പുള്ളിയുടെ ഫോണെ കുറച്ച് വീഡിയോസ് എടുത്ത് കാണിച്ചത് ഇതുപോലെ, അതായത് ഇങ്ങനെ കുറെ ഫേക്ക് ആയിട്ടുള്ളത്, അതായത് സ്ട്രീറ്റിലെ വെള്ളം കൊണ്ട് കുക്ക് ചെയ്യുന്നതും ഈ കുറെ നൂഡിൽസ് എടുത്ത് കഷത്തി പോത്തി ഉണ്ടാക്കുന്നതും. അപ്പം നമ്മൾക്ക് തന്നെ കാണുന്ന ഏതാണ്ട് പോലെ. അപ്പൊ ഈ വീഡിയോസ് കാണിച്ചപ്പോൾ ഇന്ത്യക്കാരൻ തന്നെ ചെട്ടിപ്പോയി ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ. അപ്പം ചൈനക്കാരൻ പറഞ്ഞു ഇത് കൂട്ടി വീഡിയോസ് മൊത്തം ഇന്ത്യയുടെ വീഡിയോസ് ഞങ്ങൾക്ക് വരുന്നത്, ഇതിങ്ങനെയാണോ ഇന്ത്യന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെയൊന്നും അല്ല. ഉടനെ ചൈനക്കാരന്റെ ഫോൺ മേടിച്ചിട്ട് മൊത്തം ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ വീഡിയോസ് അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തപ്പോൾ ഫുൾ ഇത് കൂട്ടി ഫേക്ക് വീഡിയോസാണ്. അതായത് ചൈനയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ നെഗറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടി അവരുടെ അൽഗോരിതം തന്നെ അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുക. അപ്പം മിക്കയിടത്തും പുറത്തുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ജനറേറ്റ് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് മൊത്തം ഇന്ത്യയിലെ സ്ട്രീറ്റ്, ഇങ്ങനെയാണ് ഇന്ത്യ ഇരിക്കുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്തെ തന്നെ നെഗറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ടെക്നോളജി. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞ പോലെ ഡബിൾ ചെക്ക് ചെയ്യുക, പെട്ടെന്ന് റിയാക്ട് ചെയ്യാതിരിക്കുക, പെട്ടെന്ന് ചുമ്മാ നമുക്ക് അറിവില്ലാതെ എടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ടെക്നോളജി ഈസ് വെരി പവർഫുൾ, പക്ഷെ അവയർനെസ് ഈസ് മോർ പവർഫുൾ. സോ നമ്മൾ അവെയർ ആയിരിക്കുക, അലേർട്ട് ആയിട്ടിരിക്കുക. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരം തോന്നുന്നവർക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. ബി അവെയർ.